ഭക്ഷണം ഫ്രഷായിട്ട് കഴിക്കേണ്ട, ചൂടാക്കി കഴിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ എന്നെ ചാടിക്കടിക്കാനാണ്. ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഞാൻ ഈ പറയാൻ പോകും ഡയബറ്റിക് പേഷ്യൻസിന്, അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക്, എസ്പെഷ്യലി സ്റ്റാർച്ചി ഭക്ഷണങ്ങൾ, ഞാൻ ഈ പറയുന്നത് ചോറ്, ഗോതമ്പ് വർഗ്ഗങ്ങൾ, ഇതെല്ലാം നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് കൂളാക്കിയതിന് ശേഷം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് വരും. ഈ സ്റ്റാർച്ച്, അതിനാണ് നമ്മൾ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ദഹന പ്രക്രിയയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പോകാതെ നേരെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പോകും. ഒരു പ്രീബയോട്ടിക് ആയിട്ട് ആദ്യം ആക്ട് ചെയ്യും. ആ സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ള ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവാതെ, ഒരു ഫൈബർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ അതിൽ ഉണ്ടാവും. ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ചിൽ ഫൈബറിൻ്റെ അളവ് കൂടുതലായിട്ട് വരും. അതിൻ്റെ ഒരു റീസ്ട്രക്ചറിങ് സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് ശരീരം എടുക്കുകയും അനാവശ്യമായത് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇൻസുലിൻ സ്പൈക്സ് വരാതെ വളരെ പതുക്കെ മാത്രമേ ഗ്ലൂക്കോസിൻ്റെ അളവ് കൊടുത്തുള്ളൂ. അതുവഴി നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ജാപ്പനീസുകാരും ചൈനീസുകാരൊക്കെ ഈ ഒരു മെത്തേഡ് കാലാകാലങ്ങളോളം ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ നിങ്ങൾ റിസർച്ചൊക്കെ ചെയ്ത് നോക്കിയിട്ട് സമ്മതിച്ചാൽ മതി.